ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഇപ്പം BFC KBFC മത്സരത്തിന് ശേഷം നമ്മൾ പ്രിവ്യൂ വീഡിയോ ചെയ്തതാണ്. അപ്പം കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ സാധാരണ രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ആ ഒരു മത്സരത്തിൽ ഇപ്പം റഫറിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഹിവാൻ ആ ഒരു മത്സരത്തിൻ്റെ പോസ്റ്റ് മാച്ച് ടോക്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഇത് വിശദമായിട്ട് സംസാരിക്കേണ്ടത്. ഏതായാലും ആദ്യം നമുക്ക് ആദ്യത്തെ ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ പറയാം. ആദ്യത്തെ ഒരു ചോദ്യമായിരുന്നു, എന്തുകൊണ്ട് ഡാനിഷ് ഫറൂഖ് ഈ ഒരു 11ലേക്ക് വന്നു ജിക്സന് പകരക്കാരനായിട്ട്? ജിക്സൺ തന്നെയല്ലേ കളിക്കേണ്ടത്, എന്തിന് നമ്മൾ ആ ഒരു ചേഞ്ച് ഈ ഒരു 11ലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ഐ ബിലീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മത്സരം എന്താണെങ്കിലും ഒരു ഫിസിക്കൽ ഗെയിമിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുണ്ട്. കാരണം പ്രത്യേകിച്ച് ബംഗളൂരു ആണ്, അവരുടെ ഒരു സ്റ്റൈൽ അറിയാമല്ലോ നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഡാനിഷ് അങ്ങനത്തെ ഒരു മിഡ്ഫീൽഡിൽ ഒരു ഡേർട്ടി വർക്കൊക്കെ ചെയ്യാൻ കഴിയുന്നൊരു താരമാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ ഏത് മത്സരം തോറ്റാലും ഇപ്പം പഴി കേൾക്കുന്നൊരു പ്ലെയറാണ് ഡാനിഷ്. പക്ഷേ എനിക്ക് അത്ര ഒരു മോശം പ്രകടനം അവിടെ തോന്നിയില്ല. അദ്ദേഹത്തിൻ്റെ ആ ഡേർട്ടി വർക്കൊക്കെ അത്യാവശ്യം എടുക്കുകയും സാധാരണഗതിയിൽ വരുന്നത്ര മിസ് പാസസ് വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ബേസിക്കലി തോന്നിയത്. പിന്നെ ജിക്സൺ ഒരു 100% ഇപ്പോഴും ഒരു ഫിറ്റ്നസ്സിലേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹം ഒരു ഇഞ്ചുറി ഇങ്ങനെ പയ്യെ വരികയാണ്. അപ്പം ആ ഒരു ഫാക്ടർ കൂടി ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇത് നടത്തിയത്. അപ്പം ആ ഒരു ചേഞ്ചിൽ എനിക്കൊരു വലിയൊരു പ്രോബ്ലമായിട്ട് തോന്നുന്നില്ല. നമുക്ക് ആ ഒരു ഇങ്ങനത്തെ ഒരു ഫിസിക്കൽ ഗെയിമൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാറുണ്ട്. അതാണ് പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. അടുത്തൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് പീസ് സിറ്റുവേഷൻസ് ആണ്. നമ്മൾ കഴിഞ്ഞൊരു മാച്ചിൽ ഒരു ഫ്രീ കിക്കിൽ നിന്ന് ഗോൾ നേടിയാണ്, സക്കായിയാണ് ആ ഗോൾ സ്കോർ ചെയ്തത്. ബട്ട് നമുക്ക് അറിയാം നമ്മുടെ ഒരു ഇപ്പം എസ്പെഷ്യലി കോർണർ സിറ്റുവേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സിറ്റുവേഷൻസൊക്കെ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മളുടെ ഡിഫൻസീവ് സൈഡ് നോക്കുകയാണെങ്കിൽ കോർണർ ഡിഫൻസ്, സെറ്റ് പീസ് ഡിഫൻസ് ഒക്കെ ആണെങ്കിലും കുറച്ച് വീക്കാണ്. എസ്പെഷ്യലി ഇപ്പോൾ കഴിഞ്ഞൊരു മത്സരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളടിച്ച കോർണേഴ്സ് എല്ലാം ഫസ്റ്റ് പോസ്റ്റിലേക്കാണ് വന്നത്. സക്കായി എടുത്തതാണെങ്കിലും അല്ലെങ്കിൽ ഐമാൻ എടുത്തതാണെങ്കിലും അത് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു. എനിക്ക് തോന്നുന്നില്ല നമ്മളെടുത്ത ഏതെങ്കിലും ഒരു കോർണർ നമ്മുടെ സ്വന്തം പ്ലേയേഴ്സിൻ്റെ ഒരു തലയിലേക്ക് കിട്ടിയെന്ന് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സെറ്റ് പീസ് ഡിഫൻസ് എന്ന് പറയുന്നതും ശോകമാണ്. ശോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ തുടങ്ങിയതല്ല, അത് ആക്ച്വലി നമുക്കൊരു സൊല്യൂഷൻ വേണ്ടതാണ്. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഈ പ്രോബ്ലംസ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ചില മത്സരങ്ങളിൽ അതൊക്കെ മാറി വരാറുണ്ട്. പക്ഷേ അത് എവിഡൻ്റ് ആണ്. അത് എനിക്ക് തോന്നുന്നത് നമുക്ക് അതിനൊരാൾ ഹയർ ചെയ്യണമെന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം ബംഗളൂരു FC കാൾ സ്കോഡ്രാറ്റിനെ ആദ്യം ആൽബർട്ട് റോക്കയുടെ കാലഘട്ടത്തിൽ കൊണ്ടുവരുന്നത് തന്നെ അങ്ങനെ ഒരു സെറ്റ് പീസ് ഒരു ഇതിന് വേണ്ടിയിട്ടുള്ളൊരു അസിസ്റ്റൻ്റ് എന്ന നിലയിലാണ്. അതൊരു വർക്കൗട്ട് ചെയ്യുകയും സക്സസ് കണ്ടെത്തുകയും ചെയ്തതാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഒരു തരത്തിലുള്ള ഒരു അസിസ്റ്റൻറ്റിനെ ആവശ്യമാണ് എന്നുള്ളത്. പിന്നെ ബംഗളൂരു FC നേടിയിട്ടുള്ള ഗോൾ, മത്സരത്തിൽ ഒരേ ഒരു ഗോൾ ഞാൻ കഴിഞ്ഞ റിവ്യൂവിൽ തന്നെ പറഞ്ഞിരുന്നു. ഒരു നമ്മുടെ യൂട്യൂബിലൊക്കെ വരാറുള്ള അൺഫിൽറ്റേർഡ് വീഡിയോയിൽ അടിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ടൈപ്പ് ഒരു ഗോളാണ് എന്നുള്ളത്. ആക്ച്വലി അത് ഒഴിവാക്കാവുന്ന ഗോളായിരുന്നു എന്നുള്ളതാണ് പേഴ്സണലി തോന്നുന്നത്. അതിൻ്റെ കാരണം ഞാൻ പറയാം. കാരണം അതൊരു കൗണ്ടർ സിറ്റുവേഷൻ ഒന്ന് ഡയറക്റ്റ് ഗോൾ അടിക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മുടെ ഡിഫൻസ് കറക്റ്റ് ഷേപ്പിലല്ല ഇങ്ങനെയൊക്കെ ഒന്ന് പറയാം. പക്ഷേ നമ്മളത് ആദ്യം ക്ലിയർ ചെയ്തിട്ട് പിന്നെ ഒരു ഷിവാൾഡോയുടെ റണ്ണും ഹാവിയുടെ ഗോളുമാണ്. ആക്ച്വലി അത് മിലോസിനാണ് തടയേണ്ടത്. പക്ഷേ മിലോസ് ഈ ഒരു ഫുൾ ടൈം അദ്ദേഹം അധ്വാനിച്ച് കളിച്ച് ആക്ച്വലി അദ്ദേഹത്തിന് ബോഡി ലാംഗ്വേജ് തന്നെ അദ്ദേഹം കുറച്ച് ഡൗൺ ആയിട്ടുള്ള നിലയിൽ നിൽക്കുകയായിരുന്നു. സോ അതാണ് ആ ഒരു മത്സരത്തിൽ സംഭവിച്ചത്. ഹാവി ഫ്രീ ആയിട്ട് നിന്നത്, അദ്ദേഹത്തിന് ഗോൾ അടിക്കാൻ സാധിച്ചു. ഗോൾ കീപ്പറിന് അതിനെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ഈ മത്സരത്തെ പറ്റി പറയേണ്ട കാര്യങ്ങൾ. ഇനി എനിക്ക് 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റഫറി ഡിസിഷനെ പറ്റിയൊക്കെയാണ് പലരും പറയുന്നത്. ഒരിക്കലും ഞാൻ പറയില്ല ഈ ഒരു മത്സരം പരാജയപ്പെട്ടത് റഫറി കാരണമാണ് എന്നുള്ളത്. കാരണം അങ്ങനെ ഗോൾസ് വന്നതിന് ഇപ്പം ലൈൻസ് റഫറി ആദ്യത്തെ ഒരു ബിഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഒരു ക്ലിയർ ഓഫ് സൈഡ് ആയിട്ടുള്ളൊരു സംഭവം ഓഫ് സൈഡ് വിളിക്കാണ്ട് വന്നു. പക്ഷേ അത് ചേർത്ത് ഗോളാക്കി മാറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ മൊത്തത്തിൽ നമ്മുടെ മെയിൻ റഫറിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ ടഫായിട്ട് വരുന്ന ഗെയിംസിൽ അത് റഫറി ആ ഒരു അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പവർ വേണം. അദ്ദേഹം ഇങ്ങനെ ഡിസിഷൻ കൃത്യമുള്ള താക്കീതും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പക്ഷേ ആ ഒരു തരത്തിലൊന്നും ആയിരുന്നില്ല. പലപ്പോഴും ഫൗൾസ് വിളിക്കേണ്ടടുത്ത് അദ്ദേഹം വിളിക്കാണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിരുന്നു. സോ ഇപ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഗെയിമിൻ്റെ ഫ്ലോ കളയുന്ന തരത്തിൽ റഫറീസ് വിസിൽ മുഴക്കുക എന്നുള്ളത്. പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു റഫായിട്ടുള്ളൊരു ഗെയിമിലേക്ക് പലപ്പോഴും പോകുന്ന സാഹചര്യത്തിലും അതിൽ റഫറി ഇടപെടാത്തത് ഒരു പ്രശ്നമാണ്. അത് കൂടുതലൊരു ഇഞ്ചുറികളിലേക്കൊന്നും പോകാത്തത് ഭാഗ്യമെന്ന നിലയ്ക്ക് പറയാനുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ഒരു ക്രൂഷ്യൽ മാച്ചസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ടഫ് മാച്ചസ്, ഡെർബീസ് പോലത്തെ മാച്ചസിൽ ഈ റഫറിയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കളി കയ്യിൽ നിന്ന് പോകുമെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ റഫറി ഈ ഒരു മത്സരത്തിൻ്റെ ബലത്തെ ഒന്ന് മാറ്റിമറിച്ചു എന്ന് പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു കാര്യം അവിടെ ഉണ്ട്. ഇനി ഇവാൻ വുക്കോമനോവിച്ച് എന്ന് പറയുന്ന പരിശീലകൻ്റെ കാര്യമാണ്. ഞാനിപ്പം കഴിഞ്ഞൊരു റിവ്യൂ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ്. ആ ഒരു മത്സരം പരാജയപ്പെട്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ ഒരു റൈവൽ ക്ലബ്ബ് എന്ന നിലയിൽ പരാജയപ്പെട്ടതിൽ വിഷമമുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു വലിയൊരു ഹൈപ്പ് കൊടുത്തിട്ടുള്ളൊരു മാച്ചാണ്, അല്ലെങ്കിൽ ഇത്രയും ഫാൻസ് ട്രാവൽ ചെയ്തു, അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ഗോളാണ്, ഇങ്ങനെയുള്ള നിലയിലൊക്കെ ആ ഒരു മത്സരം തോറ്റയിലുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ 3 മാച്ചസ് തോറ്റപ്പോഴും ആ തോറ്റ മത്സരങ്ങളെ ഞാൻ വിമർശിച്ചതിൻ്റെ ഒരു കാരണം തോൽവിയായിരുന്നില്ല, നമ്മൾ ആ മത്സരത്തിന് കൊടുത്ത ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻറ്റ് എന്ന നിലയിലായിരുന്നു. ഈ ഒരു മത്സരത്തിൽ ആ ഒരു ഇൻറ്റൻറ്റിൻ്റെ കാര്യത്തിലൊന്നും എനിക്ക്
വലിയൊരു എതിരഭിപ്രായമൊന്നുമില്ല. അത്യാവശ്യം ഡീസൻ്റായിട്ട് തന്നെയാണ് കളിച്ചത്. പക്ഷേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ടതില്ല എന്നാണ്. ചില മത്സരത്തിൽ ചിലത് വർക്കാവും, ചിലത് വർക്കാണ്ടാക്കെ വരും. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരശേഷം ഇവാൻ ഈ ഒരു പോസ്റ്റ് മാച്ചിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സോ അതെനിക്ക് കുറച്ച് എന്നെ എന്താ പറയുക, എൻ്റെ മൂഡ് ഓഫ് ആക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ബംഗളൂരു FC-യിൽ ഒരു നാഷണൽ ക്ലബിനെതിരെ കളിക്കുന്ന പോലത്തെ ഫീലാണ്. ഗോൾ കീപ്പർ തൊട്ട് സ്ട്രൈക്കർമാർ വരെ ഏതാണ്ട് 6 പ്ലേയേഴ്സോളം ഇന്ത്യൻ താരങ്ങൾ നാഷണൽ ടീമിൽ കളിക്കുന്നവരാണ് എന്നൊക്കെയുള്ള തരത്തിൽ. നമ്മളൊരു യങ് ലാഡ്സ് ആണ്, അവർക്കെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരു ടോക്ക്, അതിനോട് എനിക്ക് എന്താ കൃത്യമായിട്ടുള്ളൊരു എതിരഭിപ്രായമുണ്ട്. ഇച്ചിരി അങ്ങനൊരു ഇതുണ്ടെങ്കിൽ തന്നെ അത് പറയാണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. കാരണം ഇനി വരാൻ പോകുന്ന മത്സരം മോഹൻ ബഗാനെതിരെയാണ്. അവിടെ 6 അല്ല, അതിൽ കൂടുതൽ നാഷണൽ ടീമിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടാകും. സോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാൻ പേഴ്സണലി നമുക്കറിയാലോ, എല്ലാവർക്കും നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും ഒരു കൾട്ട് ഫോളോയിങ് ഉള്ളൊരു കോച്ചാണ്. എനിക്കും ഞാനും ഒരു ഫാൻ എന്ന നിലയിൽ തന്നെ ഉള്ള ആളാണ് ഇവാൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ നമുക്ക് മത്സരം തോക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഉള്ളൊരു കമൻസ്, തോൽവി തോറ്റു, നമ്മൾ അത്യാവശ്യം ഡീസൻ്റായിട്ട് കളിച്ചു, അതാണ് അതിൻ്റെ ഒരു വസ്തുത. പക്ഷേ ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ളൊരു ടോക്ക്, കാരണം വേറെ ആരും പറഞ്ഞ് നമ്മുടെ തന്നെ ഡിസിഷൻ അല്ലേ, നമ്മൾ യങ് പ്ലേയേഴ്സിനെ കളിച്ച് നമ്മൾ അവരെ ഡെവലപ്പ് ചെയ്ത് നമ്മളൊരു ബെസ്റ്റ് ടീമായി മാറുക എന്നുള്ളത്. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അത് വെച്ച് കമ്പയർ ചെയ്യുന്ന കാര്യമില്ല. പിന്നെ ബംഗളൂരു FC ഇത്ര നാഷണൽ ടീം പ്ലേയേഴ്സ് ഉണ്ടായിട്ട് അവരുടെ നിലവിലെ അവസ്ഥ എന്തായിരുന്നു, നമ്മളായിട്ട് കളിക്കുന്നവർ അവർ പോയിന്റ് ടേബിളിൽ എവിടെയായിരുന്നു സ്ഥാനം എന്നൊക്കെയുള്ളതൊരു പോയിന്റാണ്. ഞാൻ എന്തായാലും ഇവാനെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻറ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ കൾട്ട് ഫോളോയിങ് ഉള്ളവർക്കെതിരെ നമ്മൾ സംസാരിക്കുമ്പം എന്താ പറയുക, കമൻസൊക്കെ ആ തരത്തിൽ തന്നെ ആയിരിക്കും. സോ പക്ഷെ ഇത്രയെങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രം. എന്താ പറയുക, നമുക്ക് ആസ് എ ഫാൻ എന്ന നിലയിൽ അദ്ദേഹത്തെ അഡ്മയർ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ക്ലബിന്. പക്ഷേ ദിസ് കൈൻഡ് ഓഫ് സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ അത്രേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടി ഞാൻ